ഗവൺമെന്റ് എന്ന നിലക്ക് പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. പാവപ്പെട്ടവരെ ആ പാവപ്പെട്ട അവസ്ഥയിൽ നിന്ന് മുക്തമാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിന്റെ ഭാഗമായി ജനങ്ങളാകെ വലിയ പ്രയാസത്തിൽ. ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ഹുങ്കിലാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടന്നത്. എത്രമാത്രം RSSന്റെ അജണ്ടക്കനുസരിച്ച് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതൊരു ഭാഗം. ഉടനെ ഗവർണർ DGPയെ വിളിച്ചു വരുത്തുന്നു. DGPക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തണം. ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കൊടുക്കുന്നു. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? LDF ഗവൺമെന്റിന്റെ കാലത്ത് ഗവർണർ അങ്ങനെ ഇടപെട്ട ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ ശക്തമായി അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്, ശക്തമായി ഇടപെട്ടിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, പരസ്യമായി ആക്ഷേപിച്ചിട്ടുണ്ട്. എന്തേ അനങ്ങാത്തത്? ഇപ്പൊ എവിടെയെത്തി? ഇന്നലെ PSCയുടെ സെക്രട്ടറിയെ വിളിച്ചു എന്നാണ് കേൾക്കുന്നത് ഗവർണർക്ക് എവിടുന്നാണ് ഇതിന് അധികാരം? ഇവിടെ ഗവൺമെന്റ് ആണല്ലോ ഭരണം നടത്തേണ്ടത്. അപ്പൊ BJPയുടെ RSSന്റെ ഭരണം ഇവിടെ ഇല്ലെങ്കിലും ഇവരിലൂടെ അവരുടെ ഭരണം നടത്താൻ പറ്റും. അപ്പൊ ഗവർണർ ഉപയോഗിച്ച ഭരണം നടത്താം എന്നൊക്കെയുള്ള തരത്തിലെ കാര്യങ്ങൾ മാറുന്നു. കേരളത്തെ മാറ്റിമറിക്കാൻ നോക്കുകയാണ്. ഈ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എത്രമാത്രം ക്രൂരമായ സംഭവങ്ങളാണ് രാജ്യത്ത് പലയിടങ്ങളിലും ഉണ്ടായത്. രാജ്യത്തുള്ള മറ്റുള്ളവരെല്ലാം അതിൽ ദുഃഖിക്കുകയും വേദനിക്കുകയും വലിയ തോതിൽ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ നടപടികൾ ആവർത്തിക്കാനുള്ള രീതിയാണ് സംഘപരിവാർ സ്വീകരിക്കുന്നത്. ഇതാണ് സംഘപരിവാറിന്റെ നില. അവര് എവിടം വരെ എത്തിയത്? ജനങ്ങളെ പൗരത്വം മതാടിസ്ഥാനത്തിൽ ആക്കുന്നിടത്തേക്ക് എത്തി. ഓർമ്മയില്ലേ പൗരത്വ നിയമ ഭേദഗതിയുടെ പ്രശ്നം? ഇപ്പോ വലിയ തോതിലുള്ള തീവ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണം വന്നു. എന്താ അതിന്റെ ഭാഗമായി സംഭവിച്ചത്? ലക്ഷക്കണക്കിന് ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയത്. ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയാൽ അവരാകെ വീണ്ടും വോട്ടർ പട്ടികയിൽ അംഗമായിട്ട് വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ധാരാളം പേർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുന്നു. അതാണ് BJP ആഗ്രഹിക്കുന്ന കാര്യം. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. പ്രത്യേക മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. എല്ലാം തങ്ങളുടെ അജണ്ടക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്ന നിലയാണ് വരുന്നത്. വർഗീയമായി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ വർഗീയതക്കെതിരെയുള്ള വലിയ നീക്കം രാജ്യത്തുണ്ടാകേണ്ടതുണ്ട്. മതനിരപേക്ഷത ശക്തമായി നിലനിർത്തണമെങ്കിൽ ഒരു സംശയമില്ല, വർഗീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. അതിലും ഏറ്റവും നല്ല രീതിയിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തിലെ യുവതക്ക് തന്നെയാണ്. ഇവിടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി, രാജ്യം അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. ഒരു ഭാഗത്ത് ദാരിദ്ര്യം പെരുകുന്നു, ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊഴിൽ നേടാനുള്ള വിദ്യാഭ്യാസം രാജ്യത്താകെ ഒരേ രീതിയിലാണെന്ന് കാണണ്ട. പലയിടത്തും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. പൊതുവിദ്യാഭ്യാസം വലിയ തോതിൽ നിഷേധിക്കപ്പെടുകയാണ്. അതിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞുപോകുന്നു. പരിതാപകരമായ പൊതുവിദ്യാലയങ്ങളാണ് കേരളം വിട്ടാൽ കാണാൻ നമുക്ക് സാധിക്കുക. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ കണ്ട് രാജ്യത്താകെ അങ്ങനെയാണെന്ന് ധരിക്കരുത്. വലിയ തോതിൽ പരിതാപകരമായ അവസ്ഥ നിലനിൽക്കുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ വിദ്യ അഭ്യസിക്കാത്ത കുട്ടികളുടെ എണ്ണം പെരുകുന്നു.
യഥാർത്ഥത്തിൽ ആ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന വിധം പഠിച്ചുയരാൻ കഴിയുന്നില്ല, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വലിയ വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയ വിദ്യാർത്ഥികളോ അവർക്ക് യോഗ്യമായ തൊഴിൽ രാജ്യത്ത് ലഭ്യമാകുന്നില്ല. അത് മറ്റൊരു ഭാഗം. വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായി ഹനിക്കുന്ന നിലയുണ്ടാകുന്നു. ഇന്ത്യ ഗവൺമെന്റ് ലേബർ കോഡ് പാസാക്കി. ലേബർ കോഡിനെതിരെ കേരളമാണ് ശക്തമായ നിലപാടെടുത്തത്. ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം മാത്രമാണ് ആ ലേബർ കോഡ് ഇവിടെ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചെടുത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല. എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസിനെ വെച്ചുകൊണ്ട് പഠനം നടത്തി. അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് ലഭിച്ചു. ആ പഠന റിപ്പോർട്ട് LDF സർക്കാർ കഴിഞ്ഞില്ല. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടു. ഇപ്പോ UDF സർക്കാരിന്റെ കയ്യിലാണുള്ളത്. നാം കാണേണ്ടത് രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം മാത്രമാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നത്. ആ നിലപാട് UDF ഗവൺമെന്റ് തുടരുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം എന്തൊക്കെയാണോ RSSന്റെ അജണ്ട, ഏതൊക്കെയാണോ BJPയുടെ അജണ്ട, ഏതൊക്കെയാണോ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാനാണ് ഇവിടെ UDF ഗവൺമെന്റ് സന്നദ്ധമായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി സ്വകാര്യവൽക്കരണം നടക്കുന്നു. വ്യാപകമായ സ്വകാര്യവൽക്കരണം നടക്കാൻ പോകുന്നു. അത് നയപ്രഖ്യാപനത്തിലും പിന്നീട് വന്ന അവർ പ്രഖ്യാപിച്ച ധവളപത്രത്തിലും അതിന്റെ തുടർച്ചയായി ബജറ്റിലുമെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോ കേരളത്തിന്റെ അവസ്ഥ അതാണെന്ന് നമ്മൾ കാണുന്നു. ഇവിടെ രാജ്യവ്യാപകമായി ഇതിനെതിരെ പ്രതിഷേധമുയരുകയാണ്. അപ്പോഴാണ് അതീവ നിർഭാഗ്യകരമായ ഒരു വിധി ഇപ്പോ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒന്നാണത്. ആ വിധി അനുസരിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇനി അങ്ങോട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലേബർ കോഡ് പാസ്സാക്കുന്നതിന് മുൻപുള്ള അവകാശങ്ങൾ ലേബർ കോഡ് പാസ്സാക്കിയതിനു ശേഷം ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. കടുത്ത പ്രതിഷേധം എല്ലാ തൊഴിലാളി വിഭാഗങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇത് തൊഴിലാളി വിഭാഗങ്ങളിൽ മാത്രം ഉയരേണ്ട പ്രതിഷേധമല്ല, നാളെ തൊഴിലെടുത്ത് ജീവിക്കേണ്ട എല്ലാവരിലും ഉയരേണ്ട പ്രതിഷേധമാണ്. ഈ നാടിന്റെ പ്രതിഷേധമായി മാറേണ്ട ഒന്നാണ്. നമ്മുടെ യുവതിയും ഏറ്റവും ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇത് നിൽക്കുന്നത്. അതിശക്തമായ എതിർപ്പ് ഇതിനെതിരെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ ചിത്രം നോക്കിയാൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രം മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ദരിദ്രർ ഇന്ത്യ രാജ്യത്തിനകത്താറുള്ളത്. ഇന്ത്യ രാജ്യത്തെ ലോകത്തിൽ ഒരു പട്ടിക തയ്യാറാക്കിയാൽ അവസാന ഭാഗത്താണ് നമുക്ക് കാണാൻ കഴിയുക. അത് കഴിഞ്ഞാൽ ഏതാനും രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രമാത്രം കൊടും പട്ടിണി നമ്മുടെ രാജ്യത്ത് വിളയാടുകയാണ്. ഇവിടെ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യമാണ് രാജ്യത്താകെയും ചിന്തിക്കരുത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എല്ലാറ്റിനും ഇടയാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നയമാണ്. ആ നയം പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നതാണ്, അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നതാണ്. കോർപ്പറേറ്റുകൾക്കാണ് എല്ലാ പിന്തുണയും, അതേസമയം പാവപ്പെട്ടവർക്കെതിരെയാണ്. കോർപ്പറേറ്റുകളുടെ വായ്പ, കോർപ്പറേറ്റുകൾ എടുത്ത വായ്പ, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ എടുത്ത വായ്പ, അത്തരം വായ്പകൾ കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല, അടച്ചു തീർക്കാൻ തയ്യാറല്ല, കുടിശ്ശികയാകുന്നു. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് അത് എഴുതിത്തള്ളുകയാണ്. എഴുതിത്തള്ളുന്നതിൽ അവർക്ക് മടിയില്ല. ലക്ഷക്കണക്കിൽ കോടി രൂപയാണ് എഴുതിത്തള്ളുന്നത്. ഇവിടെ ചെറിയ കാശ് വായ്പയെടുത്ത സാധാരണ ഒരു കൃഷിക്കാരൻ അതടച്ചില്ലെങ്കിൽ ജപ്തിയാണ് നേരിടുന്നത്.
അവിടെയാണ് കോർപ്പറേറ്റുകളുടെ ലക്ഷക്കണക്കിൽ കോടി രൂപ കുടിശ്ശിക എഴുതിത്തള്ളാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കുന്നത്. അതൊരു ഭാഗം. അതേസമയം ലക്ഷക്കണക്കിൽ കോടി രൂപ മറ്റ് ആനുകൂല്യങ്ങളായി കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു. നികുതി ഇളവ് ഒരു ഭാഗത്ത്, അതിനോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം നൽകുകയാണ്. എല്ലാം കോർപ്പറേറ്റുകൾക്ക്. ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. പാവപ്പെട്ടവരെ ആ പാവപ്പെട്ട അവസ്ഥയിൽ നിന്ന് മുക്തമാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിന്റെ ഭാഗമായി ജനങ്ങളാകെ വലിയ പ്രയാസത്തിൽ. ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ഹുങ്കിലാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടന്നത്. നേരത്തെ കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ വലിയ ഇടപെടൽ നടന്നിരുന്നു. അന്ന് കേന്ദ്ര ഗവൺമെന്റിനെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നീടും ഇതേ ജനവിരുദ്ധ നയങ്ങൾ തന്നെയാണ് തുറന്നു വന്നത്. ആ നയം അതിശക്തമായി തുറന്നു വരുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞ ജന്തർ മന്ദറിലെ യുവജന പ്രതിഷേധം, പ്രക്ഷോഭം ഉയർന്നു വരുന്നത്. ആ പ്രക്ഷോഭം രാജ്യത്തിന്റെ മുന്നിൽ ഒരു ആശാദീപമായി നിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ യുവത എങ്ങനെയെല്ലാം ഇടപെടുമെന്ന് ആ പ്രക്ഷോഭത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞു. ആ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ അതിൽ ഫലപ്രദമായി ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ്. അവിടെയും ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. ആദ്യഘട്ടത്തിൽ ആ പ്രക്ഷോഭം നടക്കുമ്പോൾ ആ പ്രക്ഷോഭത്തെ തള്ളിപ്പറയാനായിരുന്നു കോൺഗ്രസിന് താല്പര്യം. പരസ്യമായി തള്ളിപ്പറഞ്ഞു. പിന്നീട് പ്രക്ഷോഭം അതിശക്തമായി. എല്ലാവരുടെയും പിന്തുണയോടെ ആ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി. ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം അതിശക്തമായി അതിന്റെ ഭാഗമായി മാറി. രാജ്യം മുഴുവൻ അതിന്റെ ഭാഗമാകുന്നുവെന്ന് കണ്ടപ്പോഴാണ് അവര് ഇതിനെ അനുകൂലിച്ച് വരാൻ തയ്യാറായത്. ആ തയ്യാറായ നല്ല കാര്യം തന്നെ, അതിന് നമ്മൾ തള്ളിപ്പറയുന്നില്ല. പക്ഷെ ആദ്യം ഈ സമീപനമാണ് സ്വീകരിച്ചത് എന്നത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നല്ല രീതിയിലുള്ള ഇടപെടൽ യുവാക്കളുടെ ഭാഗത്തുണ്ടായി. ഇത് രാജ്യത്ത് വലിയ പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ്. അതിലേറ്റവും നല്ല പങ്കാളിത്തം ഡിവൈഎഫ്ഐക്കും SFIക്കും വഹിക്കാൻ കഴിഞ്ഞു എന്നതും നമുക്ക് കാണാവുന്ന കാര്യമാണ്. അത്തരം പോരാട്ടങ്ങൾ ഇനിയും നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ തരത്തിലുള്ള ജനവിരുദ്ധ നടപടികളെ തിരുത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തീർത്തും വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഈ കഴിഞ്ഞ 3 മാസ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് നാം ഗൗരവമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അത് ചില പ്രശ്നങ്ങൾ അതീവ ഗൗരവമായി തന്നെ സമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊന്നാണ് RSSന്റെ അജണ്ട അതേപോലെ അംഗീകരിക്കുന്നു എന്ന കാര്യം. വന്ദേമാതര പ്രശ്നം അതിലൊന്നാണ്. ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ RSS വേദികളിൽ വന്ദേമാതരം ചൊല്ലുന്ന അതേ രീതിയിൽ മുഴുവൻ ആ വന്ദേമാതരവും ചൊല്ലുന്ന വരികയാണ് ഉണ്ടായത്. നമ്മുടെ രാജ്യം അംഗീകരിച്ചത് ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ചൊല്ലുക എന്നുള്ളതാണ്. ബാക്കി ചരണങ്ങൾ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല. രാജ്യം വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ളതാണ്. അവർക്കെല്ലാവർക്കും അംഗീകരിക്കുന്ന ഭാഗമേ ഒരു രാജ്യത്തിന്റെ ഗാനമായി വന്നുകൂടൂ. അതിന് വ്യത്യസ്തമായ ഭാഗങ്ങളാണ് ഈ 2 ചരണങ്ങൾ കഴിഞ്ഞാലുള്ളത്. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ രാജേന്ദ്ര പ്രസാദ് തന്നെ ഈ 2 ചരണങ്ങളെ ചൊല്ലേണ്ടതുള്ളൂ എന്ന് നിശ്ചയിച്ചത്. അത് നിലനിൽക്കുകയാണ്. കോൺഗ്രസ് അംഗീകരിച്ചതാണ്, കോൺഗ്രസിന്റെ നയമതാണ്. പക്ഷേ ഇവിടെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞാ വേളയിൽ ആ വന്ദേമാതരം പൂർണ്ണമായിട്ട് ചൊല്ലി. കടുത്ത വിമർശനം ഉയർന്നു വന്നു. ഇപ്പോഴോ ആഗസ്റ്റ് 15 നാം കാണേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം മാത്രമാണ് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന് പറഞ്ഞ് സർക്കുലർ അയച്ചത്.
അത് കേരളത്തിലെ സർക്കാരാണ്. വലിയ വിമർശനത്തിലൂടെ ഉയർന്നു വന്നു, അതിശക്തമായ എതിർപ്പ് ഉയർന്നു വന്നു. അപ്പോ ആഗസ്റ്റ് 15 വന്ദേ മാതരം ചൊല്ലുന്നത് ഒഴിവാക്കി. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ നയം എന്താണ്? ആഗസ്റ്റ് 15 കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് വന്ദേ മാതരം അവരുടെ എല്ലാ നേതാക്കളെയും നിർത്തിക്കൊണ്ട് തന്നെ ചൊല്ലുന്നത് നമ്മൾ എല്ലാവരും കേട്ടു, പൂർണ്ണമായി ചൊല്ലി. കോൺഗ്രസ് നയം ആദ്യത്തെ 2 ചരണം മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ 3 സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന, ഈ 3 പൂർണ്ണമായി ചൊല്ലി. എന്താണത് കാണിക്കുന്നത്? കോൺഗ്രസിന്റെ നയമാണ് കാണിക്കുന്നത്. എത്രമാത്രം RSSന്റെ അജണ്ടക്കനുസരിച്ച് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതൊരു ഭാഗം. മറ്റൊരു ഭാഗം, നമ്മുടെ രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത മതങ്ങളുണ്ട്. ആ മതങ്ങൾക്ക് ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. ഓരോ മതത്തിന്റെയും സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന സംവിധാനം ആ മതത്തിൽപ്പെട്ടവരടങ്ങുന്നതാണ്. പക്ഷേ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുകയാണ് ആ നിയമത്തിലൂടെ. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വഖഫ് നിയമം, ഇപ്പൊ വഖഫ് ബോർഡുണ്ട്. ആ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങൾ ഉണ്ടാവണം എന്നാണ് ഭേദഗതിയായിട്ട് കൊണ്ടുവന്നത്. ഇടതുപക്ഷം ശക്തമായി എതിർത്തു, എല്ലാവരും എതിർത്തു, എല്ലാവരും അതിനെ എതിർക്കാൻ തയ്യാറായി. രാജ്യത്താകെ എതിർപ്പ് ഉയർന്നു വന്നു. പക്ഷെ ബില്ല് അവർ പാസ്സാക്കി, നിയമമായി. കേരള നിയമസഭ അന്ന് LDF ആണ് ഗവൺമെന്റ്, ഏകണ്ഠമായി ഒരു പ്രമേയം അംഗീകരിച്ചു, അത് എതിർത്തുകൊണ്ട്. മാത്രമല്ല ആ ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. അപ്പോഴാണ് ഇവിടെയുള്ള വഖഫ് ബോർഡിന്റെ കാലാവധി തീരുന്നത്. ആ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. പുനഃസംഘടിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചു. നിയമം അനുസരിച്ച് 2 അമുസ്ലിങ്ങൾ കൂടി വേണം. അത് അംഗീകരിക്കാത്ത LDF ആ 2 അമുസ്ലിങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ബോർഡ് രൂപീകരിച്ചു. ഒരു കുഴപ്പമില്ല, ബോർഡിന് കുറവുണ്ട്, ബോർഡ് തീരുമാനമെടുക്കാം. ആ ബോർഡ് പ്രവർത്തിച്ചു വരികയാണ്. ആ ബോർഡിനെതിരെ കോടതിയിൽ ഹർജി പോയി, ഹൈക്കോടതിയിൽ. അപ്പോഴേക്ക് LDF ഗവൺമെന്റ് മാറി, UDF ഗവൺമെന്റ് വന്നു. UDF ഗവൺമെന്റ് കോടതിയിൽ അങ്ങോട്ട് പോയി പറയാണ്, ഈ 2 അമുസ്ലിങ്ങളെ ഒഴിവാക്കി ബോർഡ് രൂപീകരിച്ചത് ശരിയല്ല, 2 അമുസ്ലിങ്ങൾ കൂടി ഉൾപ്പെടുന്ന ബോർഡാണ് വേണ്ടത്. ഈ ബോർഡ് പിരിച്ചുവിട്ട് ഞങ്ങൾ ഈ 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട ബോർഡ് രൂപീകരിക്കുക. എന്താണ് RSS അതിൻ്റെ നിന്നുള്ള വ്യത്യാസം? ഇത് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്, ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അവരടക്കമാണ് ഈ വഞ്ചന കാണിക്കുന്നത്. അതിശക്തമായ എതിർപ്പ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു. ഇപ്പോ ചെറിയൊരു ചുവടുമാറ്റം, സുപ്രീം കോടതിയിലെ കേസിന്റെ വിധി വരട്ടെ എന്ന്. സുപ്രീം കോടതിയിലെ കേസിന്റെ വിധി വരട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്നാൽ പോരാ. സുപ്രീം കോടതിയിലെ കേസ് കൃത്യമായി നടത്തണം. അവിടെ LDF ഗവൺമെന്റ് കൊടുത്ത കേസാണ്, അത് കൃത്യമായി വാദിക്കണം. ഈ നിയമം ശരിയല്ല എന്ന് വാദിക്കണം. നേരത്തെ സ്വീകരിച്ച നിലപാടിനനുസൃതമായി സുപ്രീം കോടതിയിൽ നിന്ന് ആ 2 അമുസ്ലിങ്ങൾ കൂടി ഉൾപ്പെട്ട ബോർഡാണ് നിങ്ങൾ രൂപീകരിക്കേണ്ടത് എന്ന വിധി സമ്പാദിക്കാനല്ല നോക്കേണ്ടത്. ശക്തമായി അത് എതിർക്കാൻ തയ്യാറാകുന്ന നിലപാട് സ്വീകരിക്കണം. തയ്യാറാകുമോ? അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്താണ് നില? ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി. ഓരോ കാര്യത്തിലും
RSS അതിൻ്റെ അനുസരിച്ച് നീങ്ങുന്നു. ഇവിടെ PMC, ഞങ്ങള് ഭരണത്തിൽ വന്നാൽ PMC അറബിക്കടലെറിയുമെന്ന് പറഞ്ഞവരായിരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് PMC നടപ്പാക്കിയില്ല. PMC നടപ്പാക്കാത്തത് കൊണ്ട് ഒരു കുഴപ്പവും ഇവിടെ ഇല്ല. വിദ്യാഭ്യാസ രംഗം സ്മൂത്തായി പോകുന്നുണ്ട്. എന്തേ ഇപ്പോൾ ഇവര് PMC നടപ്പാക്കാൻ വേണ്ടി തുതിപ്പെടുന്നത്? RSS അതിന്റെ അനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് കാഴ്വൽക്കരണം നടക്കണം. ആ കാഴ്വൽക്കരണത്തിന് അനുകൂലമായ നിലപാടിലേക്കാണ് ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് മുഖ്യമന്ത്രി അടക്കം നേതൃത്വം കൊടുക്കുന്നത്. RSS കാഴ്വൽക്കരണം ഇവിടെ മാത്രമാണോ? ആ കാഴ്വൽക്കരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നടക്കുകയല്ലേ? കണ്ടില്ലേ, ഗാന്ധിജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗവർണർ നിയമിക്കുന്നു. ആരെയാ? RSS നോമിനിയെ. അവിടെ നിർത്തിയോ? അവിടെ 13 RSSകാരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. എന്താണിതൊക്കെ? എത്ര കണ്ട് തെറ്റായ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരക്ഷരം അതിനെതിരെ സംസാരിക്കാൻ തയ്യാറായോ? ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ നോക്കണം. കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയില് ഒരു കുട്ടികൾ ഒരു പ്രതീകാത്മകമായ പ്രതിഷേധം നടത്തി. അവിടെ എന്തോ സ്റ്റേജിന്റെ ലൈറ്റോ മറ്റോ ഇല്ലാതെ കുറെ കാലമായി. അതിനെ കുട്ടികളുടേതായ രൂപത്തിൽ ഒരു പരിപാടി അവതരിപ്പിച്ചു. ഉടനെ അത് അവിടുത്തെ VC-ക്കെതിരെയുള്ള നടപടിയാണ്, VC-യുടെ ശവസംസ്കാരം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ടായി ആക്ഷേപം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ തന്നെ ആ പരിപാടി ചില ചാനലുകളെല്ലാം സംപ്രേഷണം ചെയ്യുന്ന നിലയുണ്ടായി. എന്താണ് നാട് കാണുന്ന നിലയുണ്ടായി. അതിന് വൈസ് ചാൻസലർക്കെതിരെ ഒരു കാര്യമില്ല. അപ്പൊ എത്രമാത്രം വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വൈസ് ചാൻസലർ എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര RSS താല്പര്യമാണ് അതിന് വരുന്നത്? എത്ര കടുത്ത ഇടതുപക്ഷ വിരോധമാണ് അതിന് വരുന്നത്? എത്ര കടുത്ത വിദ്യാർത്ഥി വിരോധമാണ് അതിന് വരുന്നത്? ഉടനെ ഗവർണർ DGPയെ വിളിച്ചു വരുത്തുന്നു. DGPക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തണോ? ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കൊടുക്കുന്നു. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? LDF ഗവൺമെന്റിന്റെ കാലത്ത് ഗവർണർ അങ്ങനെ ഇടപെട്ട ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ ശക്തമായി അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്, ശക്തമായി ഇടപെട്ടിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, പരസ്യമായി ആക്ഷേപിച്ചിട്ടുണ്ട്. എന്തേ അനങ്ങാത്തത്? ഇപ്പൊ എവിടെയെത്തി? ഇന്നലെ PSCയുടെ സെക്രട്ടറിയെ വിളിച്ചു എന്നാണ് കേൾക്കുന്നത് ഗവർണർ. ഗവർണർക്ക് എവിടുന്നാണ് ഇതിന് അധികാരം? ഇവിടെ ഗവൺമെന്റ് ആണല്ലോ ഭരണം നടത്തേണ്ടത്. അപ്പൊ BJPയുടെ RSSന്റെ ഭരണം ഇവിടെ ഇല്ലെങ്കിലും ഇവരിലൂടെ അവരുടെ ഭരണം നടത്താൻ പറ്റും. അപ്പൊ ഗവർണർ ഉപയോഗിച്ച ഭരണം നടത്താം എന്നൊക്കെയുള്ള തരത്തിലെ കാര്യങ്ങൾ മാറുന്നു. കേരളത്തെ മാറ്റിമറിക്കാൻ നോക്കുകയാണ്. ഈ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, പോയാൽ കുറെ സമയം എടുത്തു പോകുന്നതുകൊണ്ട്. ഇത് വലിയ ആപത്താണ്. ഈ ആപത്തിനെതിരെ നാം നല്ല രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാവണം. ഇത്തരം കാര്യങ്ങൾ യുവത അതീവ ഗൗരവമായിട്ട് എടുക്കണം. നല്ല രീതിയിൽ പ്രതികരണം അതിനെതിരായിട്ട് വരണം. നമ്മുടെ സംസ്ഥാനത്തെ പൊതുധാരയിൽ നിന്ന് മാറ്റാനുള്ള, സംസ്ഥാനത്തിന്റെ ഇതേവരെയുള്ള തുടർച്ചയിൽ നിന്ന് സംസ്ഥാനത്തെ പൂർണ്ണമായി മറ്റൊരു രീതിയിലേക്ക് മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനെതിരെ വലിയ തോതിലുള്ള ഇടപെടൽ യുവതയുടെ ഭാഗത്തുണ്ടാവണം. അതിൽ DYFI എന്ന തരത്തിൽ നല്ല നേതൃത്വം അത്തരം കാര്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. കൂടുതൽ സമരോജ്ജലമായ അധ്യായങ്ങൾ രചിക്കാൻ DYFIക്ക് ഇനിയുള്ള നാളുകളിൽ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.